ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ മക്കൾക്കും ആയുരാരോഗ്യവും രോഗശാന്തിയും ഈശ്വരകൃപയും മനസ്സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ദൈവമക്കളുടെ പേര് തന്ന മക്കൾ ഗീത. മക്കളെ നമ്പർ കിട്ടിയെന്ന് അറിഞ്ഞ സന്തോഷം. വിളിക്കണമെങ്കിൽ വിളിക്കുക. ജയ അനിൽ, രാധ ശിവാനന്ദൻ, വത്സല ചെല്ലപ്പൻ, ശ്രീല. സുഖമാണ് മക്കളെ? പ്രസന്ന സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസുഖമൊക്കെ ഉള്ളതല്ലേ പ്രസന്ന മക്കൾക്ക്? സ്മിത, നിർമ്മല പവിത്രൻ, ഗീത നായർ, പ്രമിള സുനിൽ. എല്ലാവർക്കും ഇത് പേര് തരാത്ത അനേക മക്കളുണ്ട്. എല്ലാവർക്കും ഭഗവാൻ എങ്ങനെയാ എല്ലാവരെയും ഒന്നുപോലെയാണ് കാണുക. അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമുക്കും. ഈശ്വരനെ പോലെ ഈശ്വരൻ എന്താ നമുക്ക് കാണിച്ചു തരുന്ന വഴി, അത് നമ്മളും പഠിക്കണം. നമുക്കും അതുപോലെ എല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊള്ളാനുള്ള കൃപയുണ്ടാകണം. അത് ഭഗവത് കൃപയിൽ കൂടെ കിട്ടുകയുള്ളു. അല്ലെങ്കിൽ ഞാനെന്ന നീ എന്നുള്ള ഇതൊന്നും ഉണ്ടാവും. നമുക്ക് എല്ലാവരും ഏകമായി ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സന്തതികളാണെന്ന് എപ്പോഴും ഓർമ്മയിലിരുന്ന് ഭഗവത് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്തുതിക്കാം. ഞാൻ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നാമം ചൊല്ലുക. ചിലപ്പം ശ്രുതിയൊക്കെ, കാരണം തൊണ്ടയ്ക്കൊക്കെ കഫം കിടക്കൊണ്ട്, എങ്കിലും എൻ്റെ ആഗ്രഹം കൊണ്ട് ചൊല്ലുക. അത് എല്ലാവരും എന്നും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അതുപോലെ എനിക്ക് ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് പറയുന്നതാണ്. എന്തിനാ ഇങ്ങനെ വയ്യാതെ ചെല്ലും നിങ്ങൾക്ക് മക്കൾ പറയരുത്. അതിനു വേണ്ടിയാണ് അത് പറയുന്നത്. എനിക്ക് പറ്റാത്ത പാട്ടാണ്. എനിക്കതിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചൊല്ലുന്നതെന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്നാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ, ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം.
അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇനി ഞാൻ എഴുതിയ ഒരു നാമം കൂടെ സ്തുതിക്കാം മക്കളെ. അത് എല്ലാവർക്കും ചൊല്ലാം, അതുകൊണ്ട് അതുകൂടെ ചൊല്ലുന്നുള്ളതാ. അനുഗ്രഹം നൽകണേ വിശ്വൈകനാഥ, വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആരോമലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഊമയായി എന്നെ നടത്തല്ലേ ദൈവമേ, നാമം ജപിക്കുവാൻ ശക്തി തരൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവെനിക്കില്ലയല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഏതായാലും ഭക്തിയ പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിലുറച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓർമ്മശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അംബുജലോചന കാരുണ്യവാരിധി സന്തതം നിൻ പാദം വന്ദിക്കുന്നീൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതുണ്മയായുള്ളിൽ ഓർമ്മ വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭാഗവതം വായിച്ചു നിർത്തിയത് നിത്യനിർഗുണം പരബ്രഹ്മം നിന്തിരുവടി നിത്യമായത്. അപ്പോൾ നിത്യമായത് എന്തൊക്കെയാ? നിത്യനിർഗുണനായിരിക്കുന്ന പരബ്രഹ്മം നിന്തിരുവടി അല്ലാതെ മറ്റൊന്നില്ല. എങ്ങും കണ്ട ഒരു കാരണവശാലും വേറെ ഒന്നും തന്നെ ഈ ലോകത്ത് നിത്യമായതില്ല. നിത്യനിർഗുണം പരബ്രഹ്മം നിന്തിരുവടി നിത്യമായത്. മറ്റില്ലാതൊന്നിക്കണ്ടതെല്ലാം എന്താണ്? വേറെ ഒന്നും തന്നെ നിത്യമായതില്ല. അങ്ങനെ വിളങ്ങിന നിന്തിരുവടിയെ ഇന്ന് എങ്ങനെ തിരഞ്ഞു കണ്ടെത്തുന്നു മൂഢാത്മനാം? അങ്ങനെ ഇരിക്കുന്ന പരമാത്മാവിനെ മൂഢാത്മാക്കൾ അറിവില്ലാത്തവർ എങ്ങനെയാ തിരഞ്ഞു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇത് ബ്രഹ്മാവ് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. തന്നിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ അറിയാൻ, നിത്യമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവിനെ അറിയാൻ മൂഢാത്മാക്കൾക്ക് എങ്ങനെ സാധിക്കും? മറ്റെല്ലാം ഈ ലോകത്തുള്ളതെല്ലാം നിത്യമല്ല, ഉള്ളത് ഒന്നേ ഉള്ളൂ, അത് പരബ്രഹ്മമാണ്. അതിനെ എങ്ങനെ നമുക്ക് തിരഞ്ഞു കണ്ടെത്താൻ പറ്റും? അറിവില്ലെങ്കിൽ മൂഢാത്മാക്കൾക്ക്, അറിയാത്തവർക്ക് എങ്ങനെ പറ്റും? അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. നിന്നുടെ കാരുണ്യമുണ്ടായി വരുന്നേരം തന്നിൽ തന്നെ നിന്ന് ഉണർത്തിയിടും ഏകന പരമാർത്ഥം. ഏകമായിരിക്കുന്ന പരമാർത്ഥത്തെ തന്നിൽ തന്നെ ഉണർത്തും. എന്തുകൊണ്ടാണ്? കാരുണ്യമുണ്ടായി ഭഗവാന്റെ നിന്നുടെ. അപ്പോൾ ഈശ്വര കാരുണ്യം ഉണ്ടായി വന്നാൽ അന്നേരം എന്തുവരും? തന്നിൽ തന്നെ, എന്നിൽ തന്നെ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെ ഉണർത്തിയിടും. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ തന്നെ കണ്ടെത്താം, അനുഭവിക്കാം, രുചി അറിയാം. ആ പരമാനന്ദത്തെ രുചിച്ചറിയാൻ, ആനന്ദം അനുഭവിക്കാൻ നമുക്ക് തന്നെ ഏകന പരമാർത്ഥം, ഏകാത്മാവാകുന്ന പരമാർത്ഥത്തെ തിരിച്ചറിയാൻ എന്തുകൊണ്ട് പറ്റും? അജ്ഞാനികൾക്ക് പറ്റത്തില്ല, ജ്ഞാനികൾക്ക്, അത് വിദ്വാൻമാർക്ക് സാധിക്കും. എന്തുകൊണ്ടാ? കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ തന്നിൽ തന്നെ നമുക്ക് രുചിച്ചറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ വരെ വായിച്ചിന്, നമുക്ക് അടുത്ത വായിക്കാം. അപ്പോൾ എന്താ നമ്മൾ വായിച്ചത്? നിത്യമായത് നിത്യ നിർഗുണം പരബ്രഹ്മം നിൻ തിരുവടി നിത്യമായതു മറ്റില്ല അതൊന്നിക്കണ്ടതെല്ലാം. അങ്ങനെ വിളങ്ങിന നിൻ തിരുവടിയെ ഇന്നെങ്ങനെ തിരഞ്ഞു കണ്ടെത്തുന്നു മൂഢാത്മനാം? നിന്നുടെ കാരുണ്യമുണ്ടായി വരുന്നേരം തന്നിൽ തന്നെ നിന്നുണർത്തിയിടും ഏകന പരമാർത്ഥം. തന്നിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഭഗവാന്റെ കാരുണ്യം കൂടെ വേണം. നമുക്ക് ഭക്തി വർദ്ധിച്ച് അറിവും, അതായത് ജ്ഞാനവും ഭക്തിയും എല്ലാം ഒത്തു വരുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒത്തു വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യം വരും. വെറുതെ കാരുണ്യം വരൂ? നമ്മുടെ പ്രവൃത്തിയിലിരിക്കുക. ഭക്തിയും വേണം, നമ്മുടെ നല്ല സൽപ്രവർത്തികളാണോ എല്ലാം കൊണ്ടും തികഞ്ഞ് ഭഗവാൻ അനുഗ്രഹം തരാൻ, കാരുണ്യം തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? അത് ഭഗവാൻ പരിശോധിച്ച് അളന്നും കുറിച്ചും എല്ലാം നോക്കിയിട്ടാണ്. ഭഗവാന്റെ കാരുണ്യം വെറുതെ കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ കാരുണ്യം ഉണ്ടെങ്കിൽ തന്നിൽ തന്നെ നമ്മൾ തന്നെ ഉണർത്തിയിടും. എന്നെ തന്നെ ഞാനാകുന്നു എന്നുള്ള ആ ഉണർത്തി നമ്മളെ മനസ്സിലാക്കി തരും. പരമാർത്ഥത്തെ നമുക്ക് രുചിച്ചറിയാൻ പറ്റും. പുണ്യവാന്മാരിൽ ആദിധന്യൻ എത്രയും അവൻ തന്നെ സേവിച്ചു സന്തോഷിപ്പിച്ചു നിൽക്കും നേരം ഭക്തി വിശ്വാസം കണ്ടാൽ ഉത്തമന്മാരായി മേവും ഭക്തന്മാർക്ക് ഉപദേശിച്ചിടുകിൽ ഉപനിഷ ചക്ഷുഷ പരമാത്മ തേജസ്സു കാണുന്നവൻ മുക്തനായുടൻ ഭവാംഭോനിധി കടക്കുന്നു. അപ്പോൾ മുക്തനാവും എങ്ങനെയാ? പുണ്യവാന്മാരിൽ ആദിധന്യൻ എത്രയും അവൻ ഏതാരാണ്? ഏകന പരമാർത്ഥത്തെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഉണ്മയെ തിരിച്ച് നമ്മളെ അറിയിക്കും. എങ്ങനെയാ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ഭഗവാനെ തിരിച്ചറിയുമ്പോൾ പുണ്യവാന്മാരിൽ ആദിധന്യനാകും ആ തിരിച്ചറിയുന്നവൻ. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും ആ കൃപ
നമ്മളിലേക്ക് വരത്തില്ല. ആ ചൈതന്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ആ ഉണ്മയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അകം ശോഭിക്കണമെങ്കിൽ അങ്ങനെ ഉള്ളവർ പുണ്യവാന്മാരിലും ആദിധന്യൻ എത്രയും. അവൻ തന്നെ സേവിച്ച് സന്തോഷിപ്പിച്ച് നിൽക്കുന്ന നേരം, അങ്ങനെ നമ്മൾ ആനന്ദത്തിൽ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് നിൽക്കുന്ന നേരം ഭക്തി വിശ്വാസം കണ്ടാൽ ഉത്തമന്മാരായി മേവും ഭക്തന്മാർക്ക് അപ്പോൾ എന്ത് വരും? അങ്ങനെയുള്ള ഭക്തി, നമ്മുടെ ഭക്തിയും ആ ഭഗവാനുള്ള ഉറപ്പ് വിശ്വാസവും ഭഗവാൻ കാണുമ്പോൾ കണ്ടാൽ ഉത്തമന്മാരായി മേവുന്ന ആ സജ്ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക് ഉപദേശിച്ചിടുകിൽ എന്താ? ഉപനിഷച്ചഷുഷ, പരമാത്മ തേജസ് കാണുന്നവൻ. അതായത് ഉപനിഷത്താകുന്ന കണ്ണുകൊണ്ട്, ചഷുഷ കണ്ണ്, ഉപനിഷത്താകുന്ന ഈ ഭാഗവതം തന്നെ മതി. അപ്പോൾ ഇതാണ് ഉപനിഷത്ത്. അങ്ങനെയുള്ള ഈ അറിവാണ് കണ്ണ്. ഇങ്ങനെയുള്ള കണ്ണുകൊണ്ട് എന്ത് കാണും? പരമാത്മ തേജസ് കാണും. അല്ലാതെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ ഭാഗവതം നമ്മുടെ ഉള്ളിലാകുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലാകുന്നെന്ന് പറയുന്നത്. ഈ അറിവ് നമ്മുടെ ഉള്ളിലാകുമ്പോൾ, ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ, ഈ ഉപനിഷത്താകുന്ന ഈ വേദം, ഈ ഭാഗവതമായിരിക്കുന്ന പരമജ്ഞാനമായിരുന്ന അറിവ്, ഔഷധം, അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെ തിരിച്ചറിയുന്നത്? അത് നമ്മുടെ ഉള്ളിലേക്ക് ചൊരിഞ്ഞിറങ്ങും, ഇഴിഞ്ഞിറങ്ങും. അപ്പോൾ നമ്മൾ ആ ചക്ഷുഷ, ആ കണ്ണുകൊണ്ട്, ഈ ജ്ഞാനമാകുന്ന കണ്ണ്, ഈ ഭാഗവതമാകുന്ന ഈ കണ്ണ്, അതായത് ചക്ഷുഷ കണ്ണ്, ഉപനിഷത്ത് ഭക്തന്മാർക്കാണ്. അപ്പം ഭക്തി വിശ്വാസം കണ്ടാൽ ഉത്തമന്മാരായി മേവുന്ന ഭക്തന്മാർക്ക്. ആരാണ് അങ്ങനെ ഉള്ളവർ? ഏത് ജ്ഞാനികളാണ്? എല്ലാം ഇതുപോലെ മനസ്സിലാക്കി ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച് ഒക്കെ അറിഞ്ഞ് ഭഗവാൻ തന്നെ സേവിച്ച് സന്തോഷിപ്പിച്ച് നിൽക്കുന്ന നേരമാണ് ഈ ഭക്തിയെ കൊണ്ട് ഭഗവാൻ മനസ്സിലാക്കും, ഈ ഭക്തൻ അവൻ്റെ വിശ്വാസം തന്നിൽ തന്നെ ഭഗവാൻ തന്നെ സേവിക്കുന്നു, ഭക്തി കൊണ്ട് നിറയുന്നു. അത് കാണുമ്പോൾ അങ്ങനെയുള്ള ഉത്തമന്മാരെ മേവുന്ന ഭക്തന്മാർക്ക് ഉപദേശിച്ചിടുകിൽ ഉപനിഷചക്ഷുഷ. ഈ ഭാഗവതം മാത്രം മതി. ഇത് അറിഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ ഇത് തന്നെയാണ് പരമാത്മാവാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഇത് തന്നെയാണ് ഈ ചക്ഷുഷ കണ്ണ്. അത് എന്തു കാണും? പരമാത്മ തേജസ് കാണുന്നവൻ. ഭഗവാൻ തേജസ്സാണ്, ചൈതന്യമാണ്, പ്രകാശമാണ്. ഇതിനെ അങ്ങനെയുള്ള ഭക്തന്മാർ കാണും. അങ്ങനെ കാണുന്നവൻ എന്ത് വരുന്നു? മുക്തനായി ഉടൻ തന്നെ ഭവാംബോനിധി കടക്കുന്നു. എന്താ ഭവാംബോനിധി? ഈ സംസാര സാഗരമാകുന്ന കല്ലും മുള്ളും നിറഞ്ഞ ഈ ദുരിതമാകുന്ന സംസാര സാഗരം. കാരണം പ്രപഞ്ചം അങ്ങനെയാണ്. ജീവിതം നമുക്ക് ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അതിൽ നിന്ന് കരകയറും. എങ്ങനെയാ? ഈ പരമാത്മ തേജസ് കണ്ടാൽ, അങ്ങനെ കാണുന്ന ഒരു ഭക്തൻ എന്തുവരും? മുക്തനാവും. ഉടനെ ഇതിൽ നിന്നെല്ലാം വിരമിക്കും. ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാം തന്നെ നമ്മൾ വിട്ട് മാറും. എങ്ങോട്ട് മാറും? ഉള്ളിലേക്ക്, അങ്ങ് ഈശ്വരൻ്റെ അടുക്കലേക്ക്. നമ്മുടെ ഉള്ളമാകും, നമ്മുടെ പ്രകാശം എവിടെയാ? ഉള്ളിൽ. അവിടേക്ക് അങ്ങ് തിരിഞ്ഞ് കയറും. പിന്നെ തിരിച്ച് ഈ പ്രപഞ്ചത്തിലോട്ട് നോട്ടമേ ഇല്ല. ഈ പുറം കണ്ണോട് നോക്കും, പക്ഷെ മനസ്സിലൊന്നും കാണത്തില്ല. അതൊക്കെ ചപ്പും ചവറുമാണെന്ന് നമ്മൾ എണ്ണും. നോക്കുന്നതേ നമുക്ക് ഇഷ്ടമല്ല. എങ്ങോട്ടേലും പോകണോ? വേണ്ട. എന്നാലും ഈ ലോകത്തിൽ എന്തെങ്കിലും കാണണോ? വേണ്ട. എന്താ? അവൻ്റെ ആ ചക്ഷുഷ്, പരമാത്മ തേജസ് കാണുന്ന ആ ചക്ഷുഷ്, ഉപനിഷത്താകുന്ന ആ കണ്ണ് നമ്മുടെ ഉള്ളിൽ തന്നെ പരമാനന്ദത്തെ ലയിച്ച് അത്രമാത്രം ആ ദിവ്യ ഔഷധം സേവിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആനന്ദിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് അനുഭൂതി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ പ്രപഞ്ചത്തിലേക്ക് സംസാര സാഗരം, അതാണ് ഈ ലോകത്തിലുള്ള സർവ്വതും നമ്മൾ കടന്ന് അത് കരകയറും. എങ്ങനെയാ? ഈ അറിവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മുക്തനാവും. ഏതിൽ നിന്നാ? ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ നിന്നല്ല നമ്മൾ മുക്തനായിട്ട് ഈ സമുദ്രത്തിൽ നിന്ന്. ഏത് സമുദ്ര? ഈ വെള്ളം കൊണ്ടുള്ള സമുദ്രമല്ല. ഈ ദുരിതം വെച്ചാൽ എന്താ? ഇവിടെ പ്രപഞ്ചം നമുക്ക് ദുഃഖ ദുരിതങ്ങളാണ്. അല്പസുഖവും കൂടുതൽ ദുഃഖവും കിട്ടുന്നവർ ആണ് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്. അതാണ് സംസാരം എന്ന് പറയുന്നത്. അങ്ങനെ സംസാരമാകുന്ന സമുദ്രം, അതാണ് അംബോനിധി കടക്കുന്നു. തൽപ്രകാരേണ പരമാത്മാനം ആത്മാവ് കൊണ്ട് ഉൾപ്പൂവിൽ ഉണർന്ന് കാണാതവർക്ക് അനുദിനം ദുഃഖ സാധനകരമാകും ഈ പ്രപഞ്ചം. ഇത് ഉൾക്കാമ്പിൽ സത്യമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴിങ്ങനെ ഇതേപോലെ ഈ സംസാര സാഗരം കടക്കുന്നു. അതുപ്രകാരം തൽപ്രകാരേണ പരമാത്മാനം ആത്മാവ് കൊണ്ട്, അതായത് ജീവാത്മാവ് കൊണ്ട് പരമാത്മാവിനെ നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിൽ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവുണ്ട്. ഇതുകൊണ്ട് നമ്മൾ പരമാത്മാവിനെ അറിയുമ്പോൾ
പരമാത്മാന ആത്മാവ് കൊണ്ട് ഉൾപ്പുവിൽ ഉണർന്ന് കാണാത്തവർക്ക്, ഇങ്ങനെ ചെയ്യാത്തവർക്ക്, നമ്മുടെ ഉള്ളിലെ തേജസ് കാണാത്തവർക്ക്, അതാണ് തൽപ്രകാരേണ പരമാത്മാന ആത്മാവ് കൊണ്ട് ഉൾപ്പുവിൽ ഉണർന്ന് കാണാത്തവർക്ക് അനുദിനം, സാധാരണ ഇങ്ങനെ ഇല്ലാത്തവർക്ക്, ഈ ലോകമേ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ദുഃഖ സാധനകരമാകും ഈ പ്രപഞ്ചം, ഇത് ഉൾക്കാമ്പിൽ സത്യമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എന്താ, ഈ ദുഃഖ സാധനമാണ് ഈ പ്രപഞ്ചം. ഭാഗവതം പറയുന്നത് ഞാനല്ല. അപ്പോൾ ദുഃഖ സാധനകരമാകും ഈ പ്രപഞ്ചം. അപ്പോൾ ഈ ലോകം ഈ ഉൾപ്പുവിൽ ഉണർവില്ലാത്ത അജ്ഞാനികൾക്ക്, അങ്ങനെ ഇല്ലാത്തവർക്ക്, അറിവില്ലാത്തവർക്കും ഭക്തിയില്ലാത്തവർക്കും ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർക്കും ഉള്ള തേജസ് കാണാത്തവർക്കും അങ്ങനെയുള്ളവർക്ക് എന്ത് വരും? ദുഃഖ സാധനകരമാകുന്ന ഈ പ്രപഞ്ചം ഇത് ഉൾക്കാമ്പിൽ എന്ത് വരുന്നവർ സത്യമാണെന്ന് അവർ തോന്നിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ടതൊക്കെയാണ് സത്യം. കാരണം യഥാർത്ഥത്തെ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, ഈ ലോകമാണ് അവർ കാണുന്നത്. അവർ ഉള്ളിലെ പ്രകാശത്തെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവർ ധരിക്കുന്ന, അജ്ഞാനികൾ എന്ത് ധരിക്കുന്നു? ഈ കാണുന്നതൊക്കെയാണ് സത്യം, എനിക്കിവിടുന്ന് എങ്ങും പോണ്ട, ഇത് തന്നെയാണ് ആനന്ദം എന്ന് കരുതി അവർ ഇത് സത്യമെന്ന് മനസ്സിലാക്കുന്നു. വിജ്ഞാനി തനിക്കോ ഇത് മിഥ്യ എന്നതും തോന്നും. ഒരു വിജ്ഞാനി, ഒരു വിദ്വാൻ, ഒരു ജ്ഞാനി, ഒരു ഭക്തൻ എന്ത് കരുതുന്നു? ഈ കാണുന്നതൊക്കെ മിഥ്യ, സത്യമല്ല എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് അജ്ഞാനിയുടെയും വിജ്ഞാനിയുടെയും വ്യത്യാസം. അജ്ഞാനികൾ ഈ ലോകം സത്യമാണെന്ന് കാണുന്നു. എന്നാൽ വിജ്ഞാനിയാകുന്ന ഒരു ഭക്തൻ എന്ത് കാണുന്നു? ഇത് സത്യമല്ല, മിഥ്യയാണെന്ന് കാണുന്നു. എങ്ങനെയെന്നാൽ അജ്ഞാനി ജനങ്ങൾക്ക് മായ സംഭ്രമവശാൽ, എങ്ങനെയാ? അജ്ഞാനികൾക്ക് മായ കൊണ്ട് സംഭ്രമിക്കും. അതായത് ഈ പ്രപഞ്ചം മായയാണ്, ഈ പ്രപഞ്ചം മായയാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാ? വിജ്ഞാനം ഉള്ളിൽ വരുമ്പോഴാണ്. പ്രകാശം ഉള്ളിലാകുമ്പോൾ നമുക്കറിയാം ഈ കാണുന്നതാണ് അജ്ഞാനം, അത് സത്യമല്ല എന്ന് ഒരു വിജ്ഞാനി തിരിച്ചറിയും. അപ്പോൾ അജ്ഞാനി ജനങ്ങൾക്ക് മായ സംഭ്രമവശാൽ അവർ മായ കൊണ്ട് എന്ത് വരുന്നു? ഒരു രജ്ജു ഖണ്ഡത്തെ, അത് കയറിൻ്റെ ഒരു തുണ്ടം, രജ്ജു കയറ്, ഖണ്ഡം ഒരു തുണ്ടം, ഒരു തുണ്ടം കയറിനെ കണ്ടിട്ട് ഇരുട്ടത്ത് തമസിങ്കൽ. എന്താ തമസാവാൻ കാരണം? അവൻ അന്ധത മാറിയിട്ടില്ല, അവൻ്റെ കണ്ണിലെല്ലാം ഇരുട്ടാണ്, അജ്ഞാനിയല്ലയോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ മായ കൊണ്ടാണല്ലോ ഭ്രമിച്ചിരിക്കുന്നത്. അന്ധത മാറിയാൽ വിജ്ഞാനിയാവുമല്ലോ, പ്രകാശം ഉള്ളിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരെന്ത് വിളിക്കും? തമസെന്ന് വിളിക്കും. ഇരുട്ടാണ്, അറിവില്ല. അതുകൊണ്ട് അയാൾ എന്ത് കാണുന്നു? രജ്ജു കണ്ടത്തെ ഒരു കയറിൻ്റെ കഷ്ണം കണ്ടിട്ട് എന്ത് പറയുന്നു? തമസിങ്കലുടൻ കണ്ടാൽ ഇരുട്ട്. അപ്പോൾ ഉള്ളിലും മൊത്തം ഇരുട്ടാണ് അദ്ദേഹത്തിന്, പ്രകാശമില്ലാത്ത ആൾ. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ കയറിനെ സജ്വരാത്മന സർപ്പശങ്ക തോന്നിയിടും വണ്ണം കയറിൻ്റെ കഷ്ണം കണ്ടിട്ട് പാമ്പാന്ന് കരുതും. അതാണ് അജ്ഞാനിയുടെ രീതി. ഒരു അജ്ഞാനിക്ക് അങ്ങനെ ഈ മായയാണ്. അദ്ദേഹത്തിൻ്റെ മായ മാറാത്തത് എന്താ? വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. ഈ ഭാഗവതമാണ് വിജ്ഞാനം. ഭാഗവതം പഠിച്ച് അറിയുന്നവർക്ക് വിജ്ഞാനിയാവാം. അപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടാകും, പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ കണ്ണ് ഇരുട്ടില്ലാതെ കാണാം, സൂക്ഷിച്ച് നോക്കും. അപ്പോൾ മനസ്സിലാവും ഇത് കയറ് തന്നെയാണ്, പാമ്പല്ല. എന്നാൽ ഒരു അജ്ഞാനിക്ക് എന്താ? മായ കൊണ്ട്, ഇരുൾ കൊണ്ട് മൂടിയിരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ്, അന്ധകാരമാണ്. അയാൾക്ക് തോന്നും, അജ്ഞാനിക്ക് എന്ത് തോന്നും? അവന് ഇത് രജ്ജു കയറ് കഷ്ണം കണ്ടിട്ട് അത് പാമ്പാന്നേ തോന്നും. അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ, അതാണ് സംഭ്രമം. അത് മായയാണ്. ആ മായ മാറണമെങ്കിൽ ഭാഗവതം നന്നായി പഠിക്കണം. അത് പഠിച്ച് അതനുസരിച്ച് അത് പ്രവൃത്തിയിലാക്കുമ്പോഴാണ് നമുക്ക് മായ മാറുന്നത്. പിന്നെ നമുക്ക് ഈ മായയിലൊന്നും ഭ്രമവും വരത്തില്ല. അതിലേക്ക് കാരണം നമുക്കറിയാം. പിന്നെ എന്തറിയാം? ഇതൊന്നും സത്യമല്ല, അതിനെ സ്നേഹിക്കേണ്ട, അതവിടെ കിടന്നോട്ടെ, നമുക്ക് നമ്മുടെ ജോലി നോക്കി അകത്തേക്ക് തിരിയാം, ആത്മാവിലേക്ക് തിരിയാം, നമുക്ക് ഈശ്വരങ്ങളിലേക്ക് തിരിയാം. ഈ പുറമേ കാണുന്നതും സത്യമല്ല, അത് മിഥ്യയാണെന്ന് ഒരു അറിവുള്ളവൻ ചിന്തിക്കുന്നു. അതാണ് ഭാഗവതം കൊണ്ടുള്ള ഗുണം. അതറിയാത്തവരാണ് ഈ ലോകമാണ് സത്യം എന്ന് കരുതി അവർ അജ്ഞാനം കൊണ്ട് അവർ മനസ്സിലാക്കുന്നത് കയറിനെ കണ്ടിട്ട് പാമ്പാന്ന് കാണുന്നത് പറയുന്ന പോലെ. അതുകൊണ്ട് അജ്ഞാനി ജനങ്ങൾ, അറിവില്ലാത്തവർ, മായ സംഭ്രമവശാൽ മായയിൽ മൂടിക്കിടക്കുന്നവർ രജ്ജുഖണ്ഡത്തെ തമസിങ്കൽ ഇരുട്ടിൽ അങ്ങുടൻ കണ്ടാൽ സജ്വരാത്മന സർപ്പശങ്ക പാമ്പാന്ന് തോന്നിയിടും വണ്ണം വിജ്ഞാന പ്രകാശനെ സൂക്ഷിച്ച് നോക്കുന്നേരം. അപ്പം വിജ്ഞാനം കൊണ്ട് പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം കൊണ്ടുവരുമ്പോൾ വിജ്ഞാനികൾ എന്തോരം സൂക്ഷിച്ച് നോക്കും. ഇത് കയറൻ തന്നെയാണോ പാമ്പാണോ? അവർ എന്തുകൊണ്ട് സൂക്ഷിച്ച് നോക്കും? അവർക്ക് ഉള്ളത്തിൽ നല്ല തെളിച്ചവും വെളിവുണ്ട്. കാരണം വിജ്ഞാനിയാണ്, അവൻ അറിവുള്ളവനാ. അവൻ അപ്പോഴും അവൻ്റെ ഉള്ളം പ്രകാശിച്ചുകൊണ്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ സുജ്ഞാനാത്മന പരമാർത്ഥത്തെ കാണും താനും. അപ്പം യഥാർത്ഥത്തെ അവൻ തിരിച്ചറിയും. ഒരു വിജ്ഞാനി, ഒരു ഭക്തൻ, ഒരു ജ്ഞാനി, അയാളുടെ മായ മാറിയിട്ടാണ് അവൻ ജ്ഞാനിയാകുന്നത്.
എങ്ങനെ മായ മാറും? നമ്മൾ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകളെ പഠിച്ച് മനസ്സിലാക്കി ഉള്ളിലാക്കുമ്പോൾ അവന് സ്വന്തമായിട്ട് തിരിച്ചറിവുണ്ടാവും. ഞാൻ ആരാണെന്നും എന്നിൽ എന്താണ് വസിക്കുന്നതെന്നും ഞാൻ എങ്ങനെയാണുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ അദ്ദേഹം നല്ലപോലെ കണ്ണ് ശോഭയായി കാണും. അപ്പോൾ പാമ്പിനെ കണ്ടാൽ തിരിച്ചറിയാം, കയറിനെ കണ്ടാൽ തിരിച്ചറിയാം. അല്ലാതെ മായ കൊണ്ട് ഭ്രമിക്കത്തില്ല. കയറിനെ കണ്ട് സർപ്പമാണെന്ന് കരുതത്തില്ല ഒരു ജ്ഞാനി. അജ്ഞാനികളാണ് ഇങ്ങനെ ഈ ലോകം മൊത്തം സത്യമാണെന്ന് കണ്ടിട്ടിരിക്കുന്നത്. ഒരു ജ്ഞാനിയാണെങ്കിലോ ഇതെല്ലാം സത്യമല്ല, മിഥ്യയാണ്. സത്യമായത് ഏകമായ പരമാർത്ഥം തന്നെയേ ഉള്ളൂ. ആ ഉണ്മ തന്നെ ഉള്ളെന്ന് ഒരു വിജ്ഞാനി തിരിച്ചറിയും. ഇതുപോലാണ് അജ്ഞാനികളുടെയും വിജ്ഞാനത്തിൻ്റെയും രീതി. ഇതിവിടെ എടുത്തെടുത്ത് പറയുന്നത് എന്താ? ഒരു ജ്ഞാനിയെയും ഒരു അജ്ഞാനിയെയും തിരിച്ചറിയാനാണ്. അപ്പോൾ വിജ്ഞാന പ്രകാശനെ സൂക്ഷിച്ച് നോക്കുന്നേരം സുജ്ഞാനാത്മന പരമാർത്ഥത്തെ കാണും താനും. അപ്പോൾ പരമാർത്ഥം എന്താണ്? അത് കയറ് തന്നെയാണെന്ന് ഒരു ജ്ഞാനി തിരിച്ചറിയും. അജ്ഞാനോ ഉത്ഭവങ്ങളാം ജന്മാദി പ്രബന്ധങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലൊരിക്കലും. അപ്പോൾ അജ്ഞാനങ്ങളുടെ ഉത്ഭവങ്ങൾ ഈ ജന്മാദി പ്രബന്ധത്തിൽ സുജ്ഞാന സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിന് ഒരിക്കലും നിങ്കലില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈശ്വരനില്ല. എന്ന് വെച്ചാൽ കാലദോഷങ്ങൾ അനുക്രമിക്കും ജഗത്രയ കാലാത്മാവിന് കാലഭേദമില്ലൊരിക്കലും. ഈ കാലഭേദം ഇങ്ങനെ ഇപ്പം നമുക്ക് ഉദാഹരണം, ഒരാണ്ടിൽ 6 ഋതുക്കളുണ്ട്. ഇതിങ്ങനെ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കും. ഇത് കാലാത്മാവ്, ഭഗവാൻ പരമാത്മാവിൻ്റെ ഒരു ലീല തന്നെയാണ്. കാലാത്മാവാണ് ഇതിനെ ഇങ്ങനെ അനുക്രമിച്ച് വിടുന്നത്. കാലദോഷങ്ങൾ അനുക്രമിക്കും ഈ ജഗത്രയും ഈ 3 ലോകത്തിലും വെച്ച്. കാലാത്മാവിന് ഇത് ചെയ്യുന്നത് പരമാത്മാവാണ്. അതിൻ്റെ പേര് കാലാത്മാവെന്ന് പറയുന്നത്. കാലാത്മാവിന് കാലഭേദമില്ല ഒരിക്കലും. ഭഗവാൻ അതിലൊന്നും ഒരു ഭേദവുമില്ല. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇപ്പോൾ ചൂടാണല്ലേ, പിന്നെ ഉഷ്ണം, പിന്നെ കഴിയും മഴ എന്നുള്ള വെപ്രാളം എന്തെങ്കിലും ഭഗവാനുണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അതിലങ്ങ് ഒരു കാലഭേദമില്ല ഒരിക്കലും. മൂല നിർമ്മല സ്വയം ജ്യോതിർ ആനന്ദ പ്രഭു. അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ ഭഗവാൻ കൃഷ്ണനെ എങ്ങനെയാ? മൂല നിർമ്മല സ്വയം ജ്യോതിർ ആനന്ദ പ്രഭുവാണ് ഈ ഭഗവാൻ കൃഷ്ണൻ. ഈ കാലദോഷങ്ങൾ അനുക്രമിക്കും ജഗത്രയ കാലാത്മാവിന് കാലഭേദമില്ല ഒരിക്കലും. അതുപോലെ മൂല നിർമ്മല സ്വയം ജ്യോതിർ ആനന്ദ പ്രഭു നീലക്കാർ വർണ്ണനായ നിനക്കും അതുപോലെ ഭേദങ്ങൾ ഒരിടത്തുമില്ലല്ലോ ശരീരണം. അപ്പം കാലാത്മാവിന് കാലഭേദമില്ലാത്തതുപോലെ ഈ ലോക സൃഷ്ടികൾക്കെല്ലാം ഭഗവാന് ഒരു ഭേദവുമില്ല. ഭഗവാൻ നമ്മളെല്ലാം ശരീരങ്ങളാണ്. ഏത് ശരീരത്തിനും ഭഗവാൻ ഒന്നുപോലെയേ ഉള്ളൂ. കാലാത്മാവിന് കാലദോഷത്തിനുള്ള, അതായത് കാലദോഷങ്ങൾ അനുക്രമിക്കും ജഗത്രയ കാലാത്മാവിന് കാലഭേദമില്ലാത്തതുപോലെ ഭഗവാന് നീലക്കാർ വർണ്ണനായ ഭഗവാനും അതുപോലെയാണ്. എങ്ങനെയാ? ഭേദങ്ങൾ ഒരിടത്തുമില്ലല്ലോ ശരീരണം. ഞാനെന്നോ നീയെന്നോ ഭക്തനെന്നോ അഭക്തനെന്നോ പണ്ഡിതനെന്നോ പാമരെന്നോ ജന്തുവെന്നോ മൃഗമെന്നോ എന്തെങ്കിലും വ്യത്യാസം ഭഗവാനുണ്ടോ? എല്ലാ ശരീരങ്ങൾക്കും ഭഗവാൻ ഒരു ഭേദവുമില്ല, ഒന്നുപോലെ തന്നെയാണ്. നാദബിന്ദുവാത്മാന ആനന്ദം അവ്യയം പരം. അത് നാദബ്രഹ്മമായി ആനന്ദമായിരിക്കുന്ന പരമാത്മാവാണ്. നാദബിന്ദുവാത്മാന ആനന്ദം അവ്യയം പരം. അത് നാദബ്രഹ്മമാണ്, അത് ആനന്ദമാണ്. അങ്ങനെയുള്ള ആത്മാവാണ് ഈ പരമാനന്ദമായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവ്. അതുകൊണ്ട് അവിടെ യാതൊരു ഭാവഭേദങ്ങളൊന്നുമില്ല. നീലക്കാർ വർണ്ണനായ ഭഗവാൻ നാരായണ കൃഷ്ണന് അതുപോലെയാണ്. ഒരു വ്യത്യാസവും ആരോടുമില്ല. ഭേദങ്ങൾ ഒരിടത്തും ഇല്ലല്ലോ ശരീരിണാം. നാദബിന്ദുവാത്മാന ആനന്ദം അവ്യയം പരം. ഭഗവാൻ ആനന്ദ സ്വരൂപനാണ് പരമാത്മാവ്. അത് നാദബ്രഹ്മമാണ്, അത് ആനന്ദമാണ്. കാമത അഖില ചൈതന്യം ആത്മാ അമൃതം. അപ്പോൾ കാമതം അഖില ചൈതന്യം ആത്മാ അമൃതം. ആത്മാവ് ചൈതന്യമാണ്, അത് അമൃതാണ്. അമൃതധാമം ആത്മനാ തന്നെ കേവലം കാണേണ്ടുന്ന സാധനം നിലയനെ ചേർന്നിരുന്നിടം ദ്രവ്യം. ബോധമില്ലാഞ്ഞാൽ ഉണ്ടെന്നുള്ള കേളിയാൽ എങ്ങും നീളവേ നടന്ന് അപേക്ഷിച്ചുടന്നിടും മണ്ണാരാണ്. എല്ലാവരും ഈ അമൃതാണ്. അത് ബോധമില്ലാഞ്ഞാൽ ഉണ്ടെന്നുള്ള കേളിയാലെങ്ങും. അറിവില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? എല്ലടവും കേളിയായിട്ട് അങ്ങ് നടക്കുക. കേളി അത്ര സന്തോഷത്തോടൊക്കെ എവിടേക്കോ അങ്ങ് പോകുക. എന്തിനാ? കാമതം അഖില ചൈതന്യമാ ആത്മാ അമൃത ധാമം. അങ്ങനെയുള്ള ആത്മനാ തന്നെ അഖില ചൈതന്യം ആത്മാ അമൃതധാമ ആത്മനാ തന്നെ കേവലം കാണേണ്ടുന്ന സാധനം.
നിലയനെ ഈ പറഞ്ഞ ചൈതന്യമായിരിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ആ അമൃത്, അങ്ങനെയുള്ള പരമാത്മാവിനെ കേവലം കാണേണ്ടുന്ന സാധനം. എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് നിലയനെ ചേർന്നിരുന്നേണ്ട ദ്രവ്യം, അങ്ങനെയുള്ള ആ അമൃത്, ആ ദ്രവ്യം, അതിനെ ബോധമില്ലാഞ്ഞാൽ ഉണ്ടെന്നുള്ള കേളിയാലെങ്ങും. അത് എങ്ങനെയാ അറിവില്ലാത്തവർ, ബോധമില്ലാത്തവർ കേളിയാൽ ഇന്ന് എനിക്ക് ഇന്നടത്ത് പോകണം, ഭഗവാൻ അവിടെ ഉണ്ട്, കാണണം. ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയാതെ ബോധമില്ലല്ലോ അറിയാൻ. അപ്പോൾ ഈ ലോകത്തിലുള്ളതാണ് സത്യം പറഞ്ഞിരിക്കല്ലേ ഈ അജ്ഞാനികൾ. അവരിങ്ങനെ ഉഴന്ന് നടക്കുക, ബോധമില്ലാഞ്ഞാൽ ഉണ്ടെന്നുള്ള കേളിയാൽ എങ്ങും നീളവേ. അപ്പോൾ നടന്ന് അപേക്ഷിച്ച് ഉഴന്നിടും വണ്ണം എല്ലടവും ആണ്ടുതോറും പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെ ഏതെല്ലാം അമ്പലത്തിൽ പോകണം, എവിടെയാണ് തിരക്കി എല്ലടവും അന്വേഷിക്കും, ഉഴരുക. എന്താ കാരണം? എവിടേക്കോ ഇരിക്കുക ഭഗവാൻ, എവിടേക്കോ ആണെന്നും പറഞ്ഞിങ്ങനെ ഉഴന്ന് നടക്കുക, കേളി കൊട്ടി നടക്കുക. ബോധമില്ലാഞ്ഞാൽ ഉണ്ടെന്നുള്ള കേളിയാൽ അങ്ങ്, ബോധമില്ലാത്തതുകൊണ്ട് എവിടേക്കോ ഇരിപ്പുണ്ടെന്നുള്ള കേളി കൊട്ടി വണ്ടി പിടിച്ച് എല്ലാവരുടെ കൂട്ടത്തോടെ കൂടി ഇന്നടത്ത് പോയാൽ അവിടെ ഉണ്ട് ദൈവം, നമുക്ക് അവിടെ പോകാം. ഒരു തലക്കെട്ടിൽ ഒരാളും കാണും, ഒരു നിയന്ത്രിക്കാൻ ഒരാൾ. എന്നിട്ട് എല്ലാവരും നോട്ടീസ് അടിക്കും, ഇന്നടുത്ത് ഇന്ന പോലെ ഒരു വണ്ടി ഓടുന്നു, നിങ്ങൾ വരുന്നുണ്ടോ? അവിടെ പോയാൽ ഈശ്വരൻ അവിടെ ഉണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടും, കുറേ കാശും വേണം. ഇങ്ങനെ കേളിയാൽ എങ്ങും നീളവേ നടന്ന് അപേക്ഷിച്ച് ഉഴന്നീടും വണ്ണം. അങ്ങനെയാണെന്ന് ലോകത്ത് ബോധമില്ലാത്തവർ ഈ സാധന നിലയനെ ചേർന്നിരുന്ന ദ്രവ്യം, ഈ അമൃതാകുന്ന ഈ ധാമം ആത്മനാ തന്നെ കേവലം കാണേണ്ടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയോ ആണെന്ന് കരുതി അവർ ബോധമില്ലാതെ കേളി കൊട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി ആഘോഷത്തോടെ നീളവേ നടന്നു പോകുക. ഇന്ന് തെക്കോട്ടെങ്കിൽ നാളെ വടക്കോട്ട്, പിന്നെ ഒരു ദിവസം അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിഴക്കോട്ട്, അവിടെയും കണ്ടില്ലെങ്കിൽ പിന്നെ പടിഞ്ഞാറോട്ട്, ഇങ്ങനെ എവിടെയൊക്കെ പോകാം അവിടെയൊക്കെ ഇങ്ങനെ പോയി ഉഴന്നീടും വണ്ണം. നാളെ സൂത്രത്തൂടെ കാണാതെ കണ്ട അജ്ഞന്മാരും മേദിനി തന്നിൽ പ്രതിമാദികൾ തോറും നടന്നാദരാൽ അന്വേഷിച്ചു ദീനരായി വലയുന്നു. അപ്പോൾ എന്താ? നാളെ സൂത്രത്തോടെ ബ്രഹ്മസൂത്രത്തെ കാണാതെ കണ്ട് അജ്ഞന്മാരും. അങ്ങനെ ഈ അജ്ഞന്മാർക്ക് എങ്ങനെ കാണാൻ പറ്റും? അവർ ധരിക്കുന്നത് എവിടെയോ ഗുഹയിലോ, അതല്ലെങ്കിൽ ഏതോ പാതാളത്തിലോ, അല്ലെങ്കിൽ ഏതോ അമ്പലത്തിനകത്തോ, അല്ലെങ്കിൽ പുറത്തോ, അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഇങ്ങനെ ഉഴലുക, അപേക്ഷിച്ചിങ്ങനെ ഉഴന്നിടും വണ്ണം നാളെ സൂത്രത്തോടെ കാണാതെ കണ്ട അജ്ഞന്മാരും മേദിനി തന്നെ ഈ ഭൂമിയിൽ പ്രതിമാദികൾ തോറും എവിടെല്ലാം പ്രതിമകളുണ്ടോ, കൃഷ്ണൻ്റെ പ്രതിമ അല്ലെങ്കിൽ മറ്റൊരു പ്രതിമ, ഇങ്ങനെ ഓരോ പ്രതിമകൾ കണ്ട് എവിടെയൊക്കെ പോകണം അവിടെ എല്ലാം പോയി പ്രതിമാദികൾ തോറും നടന്നാദരാൽ അന്വേഷിച്ചു ദീനരായി വലയുന്നു. കാശും നഷ്ടം, ദേഹത്തിൻ്റെ ക്ഷീണവും നഷ്ടം, കാണാനുണ്ടോ അതും നഷ്ടം. അപ്പോഴ് പോയി അവിടുത്തെ ആരാധനയിലൊക്കെ പങ്കുകൊണ്ട് അവിടെ കറങ്ങി പ്രദക്ഷിണമൊക്കെ വെച്ച് സുഖമായി ഇതാണ് ഈശ്വരൻ എന്നും പറഞ്ഞ് പോരും. പിറ്റേന്നും വിഷമം, അയ്യോ അവിടെ പോയിട്ട് അതങ്ങ് മാറിപ്പോയി, അനുഗ്രഹമൊക്കെ അങ്ങ് പോയി, എന്നാൽ നമുക്കിനി വേറെ അമ്പലത്തിൽ പോകാം, അവിടെ ആകുമ്പോൾ ഒത്തിരി കിട്ടും എന്നും പറഞ്ഞ് പിന്നെ അടുത്ത ദിവസം അവിടേക്ക് പോകും വേറൊരു സ്ഥലത്തേക്ക്. ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അലയുവാണ്, ഉഴറുവാണ്. എന്നിട്ട് അവസാനം എന്തോരം ദീനരായി വലയുന്നു. ഇങ്ങനെ പോയി ദീനത്വം ഉണ്ടാകുന്നു. നിന്നുടെ കാരുണ്യം ഇല്ലായകയാൽ അജ്ഞന്മാർക്ക് നിന്നുടെ പാദാംബുജം തന്നെയുള്ള അറിവ് ഏതും തന്നിലുണ്ടാകയില്ല ഭക്തിയില്ലാഞ്ഞാൽ. അപ്പോൾ ഭക്തിയില്ലാതെ നിന്നുടെ കാരുണ്യമില്ലാകയാൽ അജ്ഞന്മാർക്ക്, ഈ അജ്ഞന്മാർക്ക് എങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നത്? അറിവ് എന്താ പറയുന്നത്? ഭഗവാൻ ഭക്തി വേണ്ടേ? അറിവ് വേണമെന്ന് പറയണ്ട, ഭക്തി വേണ്ടേ? ഭക്തി ഇല്ലാതുകൊണ്ടും അത് ജ്ഞാനിയല്ല, അറിവില്ലാതുകൊണ്ട് എങ്ങനെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും? നിന്നുടെ കാരുണ്യം ഇല്ലായകയാൽ അജ്ഞന്മാർക്ക്, അറിവില്ലാത്തവർക്ക് നിന്നുടെ പാദാംബുജം തന്നിലുള്ള അറിവ് ഏതും, ഭഗവാന്റെ പാദാംബുജമായിരിക്കുന്ന ആ ഭഗവാന്റെ അറിവ് ഏതും തന്നിലുണ്ടാകയില്ല. അജ്ഞന്മാർക്ക് അത് ഉണ്ടാകത്തില്ല. എന്താ? ഭക്തി ഇല്ലാഞ്ഞാൽ. ഭക്തി ഇല്ലെങ്കിൽ ഇതൊന്നും സാധിക്കത്തില്ല. എല്ലായിടവും പോയി കറങ്ങാമെന്നേ ഉള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തെ കാണിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഒപ്പിച്ചു കൊടുക്കും. ഭക്തി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ നടന്ന് നാട് മൊത്തവും കഷ്ടപ്പെട്ട് വലയേണ്ട, ദീനപ്പെടും, ഞാൻ അവിടെങ്ങും അല്ല നിന്നിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട സാഹചര്യം ഒപ്പിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ഭഗവാൻ ചെയ്യും ഭക്തി ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അതിൽ ഉള്ളിൽ തന്നെ കണ്ടോളും. എങ്ങനെയും പ്രാർത്ഥിച്ചും കരഞ്ഞും വിളിച്ചും ഭഗവാനെ പ്രത്യക്ഷമായും എങ്ങനെയും ഭക്തി ഉണ്ടെങ്കിൽ എന്നിങ്ങനെ നേടിയെടുക്കാം. അജ്ഞന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും കിട്ടത്തില്ല. പോയി ഉഴലാമെന്നേ ഉള്ളൂ. എല്ലാവരുടെയും കൂടെ പോയി എല്ലാവരും കണ്ട് കേട്ട് ലോകം മൊത്തം കണ്ട് ആറാടി സുഖിച്ചിഞ്ഞ് പോരാം. പക്ഷേ ഈശ്വരനെ ഉള്ളിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഭക്തിയും കൂടെ വേണം. എങ്ങനെ ഭക്തി?
അമ്പലത്തിൽ പോയി തൊഴുവാനുള്ള ഭക്തി അല്ല, അതിന് പ്രത്യേക ഒരു ആർത്തി ഭണ്ഡാരം പോലത്തെ ഒരു ഭക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാദാമ്പുജം തന്നെയുള്ള അറിവ് ഏതും തന്നിൽ ഉണ്ടാകയില്ല ഭക്തിയില്ലാഞ്ഞാൽ. പിന്നെയോ ഈ ഭക്തിയില്ലാഞ്ഞാൽ വേറെ ഒരു കുഴപ്പമുണ്ട്. ഗുരുവിന് ഉപദേശിപ്പാനും പാത്രമില്ലെന്നായി പോകും. ഒരു ഗുരുവിനെ കിട്ടാനും പോലും ശരിയാവത്തില്ല, ഒരു ഗുരുവിനെ പോലും കൊടുക്കത്തില്ല ദൈവം. കാരണം എന്താ, ഒരു ഗുരു ഉപദേശം കൊടുക്കുന്ന ഒരു പാത്രം നന്നായി ഇരിക്കണം, ഒരു പാത്രത്തിൽ പാലൊഴിച്ചാൽ പിരിയാതിരിക്കണം. ഒരു ഗുരു ഉപദേശം കൊടുക്കണമെങ്കിൽ ആ ഹൃദയം ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള ശുദ്ധ ഹൃദയത്തിലേ ഭക്തി ഉണ്ടാവൂ, ആ ഒരു ഗുരുവിന് ഉപദേശം കൊടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയിട്ടേ ഭഗവാൻ ഒരു ഗുരുവിനെയും കൊടുക്കൂ. അങ്ങനെയുണ്ട്. ഈശ്വരൻ വിചാരിക്കാതെ യഥാർത്ഥ ഗുരുവിനെ കൊടുക്കത്തില്ല ആർക്കും. അപ്പോൾ ഈശ്വരൻ വിചാരിക്കണമെങ്കിൽ അവൻ ആ ഭക്തനായിരിക്കണം. താഴ്മയും വിനയവും ഒരു പാത്രം വൃത്തിയുള്ളതാണോ എന്ന് നോക്കും, പരിശുദ്ധമാണോ. അങ്ങനെയുള്ളൊരു ഭക്തനെയാണ് ഭഗവാൻ ഒരു ഗുരുവിനെ കൊടുക്കുന്നത്. കഷ്ടപ്പെട്ട് ദൂരെ എല്ലാം അലയുന്ന ഭഗവാൻ നോക്കുമ്പോൾ അയ്യോ അതൊരു ഭക്തനാ, താഴ്മയുള്ളവനാ, ഒരു സാധുവാണ്, ഈശ്വരഭക്തനാണ്, അറിവും അത് കാരണം നല്ല എന്താ പറയുക വിനയവും താഴ്മയും അഹങ്കാരം ഇല്ലാത്തവനാണ്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഭഗവാൻ അയ്യോ അവൻ്റെ കഷ്ടപ്പാട്, അവൻ എന്നെ തിരക്കി ലോകം മൊത്തവും പ്രതിമാദികളെല്ലാം പോയി തപ്പി തടയുന്നു, പക്ഷേ കഷ്ടപ്പെടുന്നു. അതിനപ്പോൾ ഭഗവാൻ വിചാരിക്കും അവനൊരു സത്യമായിട്ടൊരു ഗുരുവിനെ കൊടുക്കാം എന്ന് ചിന്തിക്കും. അങ്ങനെയും അല്ലെങ്കിൽ എന്തുവരും, ഉപദേശിപ്പാനും ഗുരുവിന് പാത്രം അല്ലെന്നായി പോകും. അല്ലാത്തവരാണെങ്കിൽ, ഭക്തിയില്ലാത്ത വിനയമൊന്നുമില്ലാത്ത അഹങ്കാരികൾക്കാണെങ്കിൽ ദൈവം കൊടുക്കുമോ? ഇല്ല. നിർണയം ആത്മോ ഉപദേശത്തിന് ഗുരുവരൻ എന്ന് വന്നതും പരമാത്മാവാം ഭവാൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധു ഭക്തന് ദൈവം എന്ത് ചെയ്യും? ഒരു ഗുരുവിനെ കൊടുക്കും ഉപദേശിപ്പാൻ. അല്ല പാത്രം അല്ലെന്നായി പോയാൽ കൊടുക്കുമോ? ഇല്ല. നല്ല പാത്രം, നല്ല ഹൃദയശുദ്ധിയുള്ളവനാണെങ്കിലേ ഭഗവാൻ അത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് വരും? നിർണയം ആത്മോ ഉപദേശത്തിന് ഗുരുവരൻ എന്ന് വന്നതും ഒരു ഗുരുവായി വന്ന് കൊടുക്കുന്നതും ആരാ? അത് പരമാത്മാവാം ഭവാൻ തന്നെയാണ് ആ ഗുരു. ഒരു ഗുരുവിൽ കൂടി പരമാത്മാവാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടണമെങ്കിൽ, അതായത് ഗുരു യഥാർത്ഥ ഈശ്വരൻ തന്നെയാണെന്നാണ് ഇത് പറയുന്നത്, ഞാനല്ല പറയുന്നത്, ഭാഗവതം ഭഗവാൻ നാരായണനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ, യഥാർത്ഥമായ ഒരു സത്യസന്ധമായ ഒരു ഗുരുവിനെ കിട്ടണമെങ്കിൽ ഈശ്വരൻ കനിയണം. എന്തിനാ? താഴ്മയും വിനയവും ഭക്തിയും എല്ലാം ഉള്ള ഒരു ശിഷ്യനായി ഒരു ഗുരുവിൻ്റെ ഉപദേശം കേൾക്കാൻ അവൻ യോഗ്യനാണോ എന്ന് കരുതിയിട്ടേ ഒരു യഥാർത്ഥ ഗുരുവിനെ ആ ശിഷ്യന് ഭഗവാൻ കൊടുക്കാനുള്ള എല്ലാ എന്താ പറയുക കാരുണ്യം ഉണ്ടാവും ഭഗവാന്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്താ എനിക്കൊരു ഗുരുവിനെ കിട്ടാത്തത്? നമ്മുടെ ഹൃദയം ശുദ്ധിയാകുമ്പോൾ വന്നിരിക്കും, ഭക്തിയും വർദ്ധിക്കുമ്പോൾ, അല്ലാതെ നടക്കത്തില്ല. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ് ഒരുപാട് സമയം പോയി. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. എൻ്റെ നമ്പർ കിട്ടുന്ന മകൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്നിനും നമ്പറൊന്നും പറയണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം. ഞാൻ അത് പറഞ്ഞെന്ന് തോന്നുന്നു, എന്നാലും ഒന്നും കൂടി പറയാം. ഹരി ഓം ഹരി ഓം ഹരി ഓം.